ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പുതിയൊരു വ്ളോഗ് ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 70-80 കിലോമീറ്റർ മാറിയിട്ടുള്ള വന്നമ്മ ലേക്ക് എന്ന് പറഞ്ഞൊരു ചെറിയൊരു പിക്നിക് സ്പോട്ടിലേക്കാണ്. തമിഴ്നാട്ടിലെ കൃഷ്ണഗിരി ജില്ലയിൽ തെങ്കണിക്കോട്ട എന്ന സ്ഥലത്തിനടുത്താണ് നമ്മുടെ ലൊക്കേഷനായിട്ടുള്ള വണ്ണമ്മ തടാകം വരുന്നത്. നമ്മൾ 5 പേരുള്ള ഒരു ഗ്രൂപ്പായിട്ടാണ് ഇപ്പോൾ റൈഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് എല്ലാവരും കൂടി കാണുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഹാപ്പിനെസ് ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടിൽ നിർത്തിയിട്ട് അവിടുന്ന് ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ. പോണ വഴിക്കൊരു വളരെ ചെറിയൊരു ഹോട്ടൽ കണ്ടാണ്. വളരെ നല്ലൊരു ഹോട്ടലായിരുന്നു കേട്ടോ. ചെറുതായിരുന്നെങ്കിൽ പോലും നല്ല വൃത്തിയുള്ള ഫുഡും നല്ല രുചിയുള്ള ഫുഡുമായിരുന്നു. അടുത്ത ട്രിപ്പ് മിക്കവാറും ഇങ്ങോട്ട് ക്ലാസിക് ഹോട്ടലുകളിൽ ഫുഡ് കഴിക്കാൻ നമ്മൾ പോകുന്ന വഴികൾ ഇതുപോലെയാണ്. കുറച്ച് ദൂരം ഓടിക്കഴിയുമ്പോൾ ഇതുപോലത്തെ ഗല്ലികൾ, ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ വരും. അതിനുശേഷം വീണ്ടും എം ടി ആയിട്ടുള്ള റോഡ്സാണ്, രണ്ട് സൈഡിൽ പച്ചപ്പൊക്കെ ആയിട്ട്. സോ ബോറടിക്കാത്ത രീതിയിൽ സ്ലോ ആയും സ്പീഡ് ചെയ്തും എല്ലാം നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്ന റൂട്ടുകളാണ്. ഈ ഒരു വ്യൂ ഒക്കെ നോക്ക്. നമ്മൾ ദിവസത്തിൻ്റെ ഈ ഒരു സമയത്ത് എഴുന്നേറ്റ് ഈ ഒരു ക്ലൈമറ്റിൽ ഓടിച്ചാൽ മാത്രം ഫീൽ ചെയ്ത് കാണാൻ പറ്റുന്നൊരു സ്ഥലങ്ങളും ആ ഒരു വ്യൂ. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വന്നമ്മ ലേക്ക്. വളരെ ക്വയറ്റായിട്ടുള്ളൊരു സമയമാണിപ്പോൾ. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. പിന്നെ ആകെ ഒരു 3-4 വിസിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് അങ്ങനെ ആൾക്കാരധികം വരാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് പ്രൈവറ്റായിട്ടുള്ളൊരു സ്പോട്ടിലെത്തിയ പോലെ ഒരു ഫീൽ ഉണ്ടാവും. അധികം ആരുമില്ല. ആണെങ്കിൽ ടെൻ്റൊക്കെ അടിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഒരു പിക്നിക് സ്പോട്ട് പോലെ. ഇപ്പോൾ ആളുകൾ റൈറ്റ് സൈഡിൽ ഫുഡൊക്കെ ആയിട്ട് വന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ചകളൊക്കെ കാണാം. ഇനിയും കുറച്ച് ഫ്രണ്ടിലേക്ക് പോകാമെന്ന് നമുക്ക് തീരുമാനിച്ചു. അവിടെ ആരും ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്യാം, ഇതിൻ്റെ ഭംഗി ആസ്വദിക്കുകയൊക്കെ ചെയ്യാം.
പതിവ് കുട്ടികളെയും വർത്താനമൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ കണ്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. കാണുമ്പോൾ ഓടിക്കാൻ നല്ല എളുപ്പമുള്ള സ്ഥലമാണെങ്കിൽ പോലും എല്ലായിടത്തും ചെളിയുള്ളതുകൊണ്ട് വണ്ടി നല്ല രീതിയിൽ സ്ലിപ്പാകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ ഓടിക്കേണ്ട സ്ഥലമാണത് ബൈക്കിന് വരുമ്പോൾ പ്രത്യേകിച്ച്. റോബിൻ ഭായ് ആദ്യമേ ഓടിച്ച് അവിടെ പോയി റെസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പുള്ളിയാണ് നമ്മുടെ ഓഫ് റോഡ് കിങ്. അയ്യോ നമ്മുടെ ആശാഞ്ചു അവിടെ നൈസായിട്ട് മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം പറഞ്ഞ പോലെ നല്ല സ്ലിപ്പായിരുന്നു അവിടെ. നടക്കുന്ന കേസല്ല നൈസ്. ഇതിട്ടുണ്ടോ സ്റ്റാൻഡ്? കണ്ടിട്ടില്ല. സ്റ്റാൻഡ് ഓക്കെ. ഓക്കെ സ്റ്റാൻഡ് ഇട്ടോ. എവിടെ അടിച്ചു അത് ഒരു സ്കിഡ് എവിടെയോ കുഴപ്പമില്ല. ആദ്യം പറഞ്ഞ പോലെ കാണുമ്പോൾ എളുപ്പമാണെങ്കിൽ പോലും അത്യാവശ്യം സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ഇവിടുത്തെ ഈ പച്ചപ്പ് ഒരു ലാൻഡ്സ്കേപ്പും വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമായിട്ടാണ് തോന്നിയത്. മെയിൻ ഹൈലൈറ്റ് ബാംഗ്ലൂരിന് അടുത്ത് തന്നെ ഇങ്ങനൊരു സ്പോട്ട് ഉണ്ടെന്നുള്ളതാണ്. ഏകദേശം 60 കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. നമ്മളിപ്പോൾ വന്ന കരയുടെ ഓപ്പോസിറ്റ് കരയിൽ കൂടിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥലവും ഏകദേശം സെയിം പോലെ തന്നെ നല്ല രസമുള്ളതാണ്. പിന്നെ ഇത്രയും പച്ചപ്പും വലിയൊരു ലേക്കുള്ള കാരണം ഇവിടെ ബേർഡ് വാച്ചിങ് ഒരു ആക്ടിവിറ്റി ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇവിടെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ വന്നിരുന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ള ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ പറയാനാണെങ്കിൽ ഇവിടെ പ്രദേശവാസികളിങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി വരുന്ന കുറച്ച് പേരുണ്ട്. പിന്നെ അടുത്ത് വെച്ച് തന്നെ അത് റെഡിയാക്കിയും കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ടില്ല, കുറച്ച് വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടു യൂട്യൂബിൽ. ബാംഗ്ലൂരിൽ നിന്ന് നമ്മളിങ്ങനെ റൈഡ് പോയും ഒത്തിരി സ്ഥലങ്ങളിൽ കണ്ടതാണ് ഇങ്ങനെ കുട്ടികൾ പിരിവിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. എന്തെങ്കിലും അമ്പലത്തിൻ്റെ കാര്യമോ ഒന്നില്ലെങ്കിൽ ക്ലബിൻ്റെ കാര്യമോ അങ്ങനെയെല്ലാം പറഞ്ഞ് പിരിവിന് വേണ്ടി ഇറങ്ങുന്ന കുറച്ച് കുട്ടികളെ കണ്ട് വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയായിട്ടാണ് തോന്നിയത്. അത് അവരുടെ പുറകിൽ മറ്റാൾക്കാരുണ്ട്. ചിലപ്പോൾ രണ്ടാമത്തെ സ്പോട്ടിലെത്തുമ്പോൾ അവരായിരിക്കും പിരിവിന് നിൽക്കുന്നത്. എങ്ങനെയായാലും നമ്മൾ ഗ്രൂപ്പായിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെ ഇതുവരെ നിർബന്ധമായിട്ട് ആരും മേടിച്ചിട്ടില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാറാണോ പതിവ്. ഒറ്റയ്ക്കൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ പൈസ കൊടുത്ത് പോകേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്ലിപ്പറി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള ചെളി സ്ഥലങ്ങൾ വരുമ്പോൾ സ്ലോ ആയി കയറി ബാക്കി എല്ലാവരും വന്നതിന് ശേഷമാണ് പോകുന്നത്. ഇപ്പോൾ അങ്ങനെ നമ്മൾ റോഡിലേക്ക് വന്ന് കയറി. ഇനി അടുത്ത് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു, കുറച്ച് ഉള്ളിലേക്ക് കിടക്കുന്ന വഴികൾ. അപ്പോൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്.
അങ്ങോട്ട് പോരുന്ന വഴിക്ക് ഒത്തിരി പച്ചക്കറി കൃഷി ചെയ്യുന്നതായിട്ട് കണ്ടിരുന്നു. മിക്കവാറും ക്യാബേജ് അല്ലെങ്കിൽ കോളിഫ്ലവറാണ് കൃഷി ചെയ്യുന്നത് കണ്ടത്. പിന്നെ ഒത്തിരി പൂക്കൾ കൃഷി ചെയ്യുന്നതും കണ്ടിരുന്നു. അപ്പോൾ ഈ വഴികളിലെല്ലാം അവരുടെ പച്ചക്കറി തോട്ടങ്ങളിലേക്കും അല്ലെങ്കിൽ പൂക്കൾ കൃഷി ചെയ്യുന്ന തോട്ടങ്ങളിലേക്കും പോകുന്നതാണ്. നമുക്കിത് ഓഫ് റോഡാണെങ്കിൽ പോലും അവർക്ക് ദിവസേന അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള വഴികളാണ്. ഓനെ വിളിക്കാം. വന്നമലയ്ക്കും അതിൻ്റെ കുറച്ച് പരിസര പ്രദേശങ്ങളെല്ലാം കവർ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു. ബൈ.